കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞാൽ ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ വിദ്യയ്ക്ക് അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള വിദ്യയുണ്ട്, വിദ്യാസ്വരൂപിണിയായിട്ടുള്ള വിദ്യയുണ്ട്, മായയുണ്ട്. അവിദ്യാസ്വരൂപിണി മായയ്ക്ക് രണ്ടിതുണ്ട്. ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, പിന്നെ ഒന്ന് അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. അപ്പോൾ ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലുള്ള പ്രതിഫലനാണ് ഈശ്വരൻ. അതായത് ജ്ഞാനത്തോടുകൂടി ആണ് ഈശ്വരൻ മായയുടെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ ആത്മാവ് തന്നെയാണെന്നുള്ള അറിവോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ഈശ്വരൻ മായയ്ക്ക് അധീനനല്ല, മായയുടെ ഉള്ളിലാച്ചാലും. പിന്നെ ഈ പരമാത്മ ചൈതന്യത്തിനെ ഇഗ്നറൻസിൻ്റെ അജ്ഞാനത്തിൽ അല്ലെങ്കിൽ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലുള്ള പ്രതിബിംബമാണ് ജീവാത്മാവ്. അപ്പം എന്താ വെച്ചാൽ ഈ അവിദ്യ ഉണ്ടാവുകൊണ്ട് ഞാൻ ആത്മാവാന്നുള്ള ബോധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജീവാത്മാവിന് ദേഹാഭിമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കണ്ണാടിയുടെ, അല്ലേ? നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക വെച്ചാൽ നമ്മൾ മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൂ. അപ്പോൾ കണ്ണാടി മായയാണെന്ന് സങ്കല്പിച്ചാൽ മായയിൽ കൂടി കാണുന്നതാണ് കണ്ണാടിയിലത്തെ പ്രതിബിംബം. ആ കണ്ണാടി മാറ്റിയാൽ ആ പ്രതിബിംബവും ഇല്ലാണ്ടേ. അതുപോലെയാണ് ആ പരമാത്മ ചൈതന്യത്തിൻ്റെ മായയാകുന്ന കണ്ണാടിയിലെ പ്രതിബിംബമാണ് ജീവാത്മാവ്. മായയുടെ ഉള്ളിലാണ്, മായയ്ക്ക് അധീനാണ്. ആ മായ കണ്ണാടി മാറ്റിയാൽ നമ്മൾ പരബ്രഹ്മം തന്നെയായി, അല്ലെങ്കിൽ പ്രതിബിംബം ഇല്ലാതെ ആവണു. അപ്പോൾ ഈ ശരിക്ക് പ്രതിബിംബം യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാക്ഷിയെന്നും ജീവൻ എന്നും പറഞ്ഞതിന് ശരിക്കും അർത്ഥമില്ല. കാരണം സാക്ഷിന്ന് ജീവൻ ഉള്ളപ്പോൾ മാത്രമേ സാക്ഷിയുള്ളൂ. ആ ജീവാഭിമാനം ദേഹാഭിമാനം ഇല്ലെങ്കിൽ പിന്നെ സാക്ഷി മാത്രമേ ഈ ശരിക്ക് അദ്വൈത ശക്തിയായിട്ട് നിൽക്കുകയാണ്, വേറെ ഒന്നും ഇല്ലല്ലോ. മറ്റൊക്കെ മായയാണല്ലോ. അതാണ് വളരെ വിഷമാണ് നമുക്ക്. എങ്കിലും അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 48 വായിക്കാം. ആഭാസസ്തു മൃഷാ ബുദ്ധിരവിദ്യ കാര്യമുച്യത്തെ അവിഛിന്നം തു തദ് ബ്രഹ്മ വിച്ഛേദസ്തു വികൽപ്പിതം. വികൽപ്പിത എന്നാണ് കേട്ടോ, വികൽപ്പിതം എന്നല്ല, വികൽപ്പിത. ആഭാസഹ മീൻസ് ഇവിടെ പ്രതിബിംബം. മൃഷ ചാലോ അസത്യമാണ്. പ്രതിബിംബം യഥാർത്ഥത്തിലുള്ളതല്ലോ, ഇറ്റ്സ് ഓൺലി എ റിഫ്ലക്ഷൻ. ശരിക്കും തൊടാൻ പറ്റുമോ? ഇല്ല, ശരിക്കുള്ളതല്ല. ബുദ്ധി അവിദ്യാകാര്യം ഉച്ചതേ. അപ്പം നമ്മുടെ ഈ അജ്ഞാനം ഉള്ള ബുദ്ധിയാണ് നമ്മളെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ പറയണത്. അവിദ്യയിൽ നിന്നുണ്ടായതാണെന്നർത്ഥം. തത് ബ്രഹ്മാത്തു, ആ ബ്രഹ്മമാകട്ടെ അവിഛിന്നം, അതായത് ഒരിക്കലും ഭേദമില്ലാത്തതാണ്. ഒരു മാറ്റവും ഇല്ല, ഭേദരഹിതാണ്. ആര്? ആ പരബ്രഹ്മം. വിച്ഛേദ തു ഭേദമോ വികൽപ്പിത, ഉപാധിയിൽ ചെയ്ത അധ്യാസം. നമ്മൾ ഈ പിന്നെ പരബ്രഹ്മത്തിൽ എന്തെങ്കിലും ഉപാധികൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് വെറും കൽപ്പനയാണ്. ബ്രഹ്മം 100% ഫ്രീ ആണ് എല്ലാറ്റിൽ നിന്നും. ഈ മായയുടെ ഉള്ളിൽ നടക്കണത് ഒന്നും യാഥാർത്ഥ്യമല്ല. പക്ഷേ നമുക്ക് നമ്മൾ ബ്രഹ്മമാണെന്ന് തോന്നണ വരെ, അല്ലെങ്കിൽ ആ അനുഭവം ഉണ്ടാവണ വരെ നമുക്കത് യഥാർത്ഥ തോന്നുകയും ചെയ്യും. അതാ ബുദ്ധിമുട്ടേ. നമുക്ക് ഇപ്പോൾ സ്വപ്നത്തിൻ്റെ നല്ല ഉദാഹരണമാണ്. സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നം യഥാർത്ഥ തോന്നൂലോ. പക്ഷെ ഉണർന്നു കഴിഞ്ഞാലാണ്
അത് വെറും സ്വപ്നമായിരുന്നു, യഥാർത്ഥമല്ല എന്ന്. അതുപോലെയാണത്രേ നമുക്ക് ജ്ഞാനം ഉദിച്ചാൽ ഈ ജ്ഞാനമില്ലാത്ത ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഉണ്ടല്ലോ, ദേഹാഭിമാനിയായിട്ടിരിക്കുന്ന അവസ്ഥ, അത് വെറും സ്വപ്നമാണെന്ന് നമുക്കപ്പോൾ തോന്നുത്രേ. അല്ലെങ്കിൽ ആ യഥാർത്ഥമായിരുന്നു എന്ന് നമുക്ക് തോന്നുത്രേ. നമ്മളെ ആത്മാവാണ് എന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടായാൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അതൊക്കെ വെറുതെ, അതൊന്നും യഥാർത്ഥമായിരുന്നില്ല, നമുക്ക് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ തോന്നുന്നു. അതായത് നമ്മളെ സങ്കല്പമാണ് ബാക്കിയൊക്കെ. ബ്രഹ്മ മാത്രമേ സത്യമുള്ളൂ. അതാണല്ലോ ശങ്കരാചാര്യർ പറഞ്ഞത്, ബ്രഹ്മസത്യം ജഗന്മിഥ്യ. പക്ഷെ നമുക്കങ്ങനെ മിഥ്യ എന്ന് പറയുമോ ഇല്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ അനുഭവിക്കണ്ടേ, അല്ലേ? അപ്പോൾ നമുക്ക് ആ ആത്മസാക്ഷാത്കാരം കിട്ടണ വരെ ജഗത്ത് മിഥ്യ അല്ല. പക്ഷെ ആത്മസാക്ഷാത്കാരം കിട്ടിയ ജഗത്ത് മിഥ്യ തന്നെയാണ് എന്നാണ്. ഇനി 48 വായിച്ച് 49 പോവാം. ആഭാസസ്തു മൃഷാ ബുദ്ധിരവിദ്യാകാര്യമുച്യത്തെ അവിച്ഛിന്നം തു തദ്ബ്രഹ്മ വിച്ഛേദസ്തു വികൽപ്പിതഃ അവിച്ഛിന്നസ്യ പൂർണ്ണേന ഏകത്വം പ്രതിപാദ്യത്തെ തത്വമസ്യാദിവാക്യൈശ്ച സാഭാസസ്യാഹമസ്തഥാ. അവിച്ഛിന്നസ്യ ചൽ പറഞ്ഞില്ലേ, അവിച്ഛിന്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഭേദം ഇല്ലാത്തത്. അവിച്ഛിന്നത്തിൻ്റെയും സാഭാസസ്യ അതായത് ആഭാസത്തോടു കൂടിയ അഹങ്കാരത്തിൻ്റെയും പൂർണ്ണേന ഏകത്വം പൂർണ്ണത്തോടുള്ള ഏകഭാവത്തെ തത്വമസ്യാദി വാക്യൈഹി തത്വമസി എന്നു തുടങ്ങിയ മഹാവാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്നു. അതായത് ഈ നമ്മുടെ ഈ എന്താ പറയുക വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ വിളങ്ങണ ആ ചൈതന്യത്തിൻ്റെയും ഈ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ വിളങ്ങാൻ ഞാൻ എന്ന അപ്പോൾ വിദ്യാസ്വരൂപിണിയിൽ വിളങ്ങണത് ഈശ്വരൻ, അവിദ്യാസ്വരൂപിണിയിൽ വിളങ്ങണതാണ് ഞാൻ എന്നുള്ള ഭാവരൂപമായ ജീവാത്മാവും. പരിപൂർണ ശുദ്ധ ബ്രഹ്മം തന്നെയാണ് ശരിക്ക്. അതിൻ്റെ ആ ഐക്യത്തിനെ പല മഹത് വാക്യങ്ങൾ, മഹാവാക്യങ്ങളെ കൊണ്ട് അത് ഉപനിഷത്തുകളിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. മഹാവാക്യങ്ങളെ കൊണ്ട് ഈ ഈശ്വരനും ജീവാത്മാവും ഒക്കെ പരബ്രഹ്മം തന്നെയാണ്. ആ ഏകത്വം അതിൽ പറയുന്നുണ്ട്. ഈ മഹാവാക്യങ്ങളിൽ ഒക്കെ പറയുന്നുണ്ടെന്ന് പറയാണ്. മഹാവാക്യങ്ങൾ 4 എണ്ണാണുള്ളതേ. ഞാൻ പറയാട്ടോ. അതെ, 4 മഹാവാക്യങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ കുറച്ചധികം സമയം ഉണ്ടാവും. സമയം വേണ്ടിയിരുമോ എന്നറിയില്ല. പക്ഷേ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഏകമേവാദ്വിതീയം ബ്രഹ്മ തത്വമസി ഇങ്ങനത്തെ വാക്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ അഹം ബ്രഹ്മാസ്മി ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ ഇതേ അർത്ഥം തന്നെയാണ് പറയണത്. ഏത്? ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലുള്ള ആഭാസം അല്ലെങ്കിൽ പ്രതിഫലനം ആണ് ഏത്? ജീവാത്മാവ് എന്നും ഈ പരമാത്മസ്വരൂപ ചൈതന്യത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെയാണ് ഈശ്വരൻ എന്നും ശരിക്ക് പറയുകയാണെന്ന് വെച്ചാൽ അത് രണ്ടും വെറും റിഫ്ലക്ഷനാണ്. അത് ഈ ജഗത്തില്ലാതെ ആവുമ്പോൾ അതും ഇല്ലാതെ ആവണ സമയത്ത് ഏകത്വം സംഭവിക്കുന്നു എന്നാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. അതായത് ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ശരിക്ക് ബ്രഹ്മം അതുകൊണ്ടാണ് അദ്വൈതം എന്ന് പറയണത്. രണ്ടാമതൊന്നില്ല, അതുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ വളരെ ധൈര്യമായിട്ട് എന്ത് പറഞ്ഞത്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറഞ്ഞത്. അതായത് ഈ ജീവൻ്റെ ആ ലിമിറ്റേഷൻസ് നശിക്കുമ്പോൾ ആ ശരീരം നശിക്കുമ്പോൾ ജീവൻ പിന്നെ ആ ചൈതന്യം വിട്ടുപോകും, അല്ലേ? അപ്പം പിന്നെ അതായത് നമ്മൾ
നമ്മൾക്ക് പിന്നെ രണ്ടാമത് ജന്മം വെച്ചാൽ നമ്മൾക്ക് ഈ ദേഹം ഉപേക്ഷിച്ചാൽ നമ്മൾ ആ പരമാത്മാവും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഈശ്വരനും അതെ, ഈശ്വരൻ ജഗത്തുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം മായയിലത്തെ പ്രതിഫലന, മായയുടെ ഉള്ളിൽ തന്നെ അവിദ്യം വിദ്യ പറഞ്ഞുല്ലോ. മായയുടെ ഉള്ളിലത്തെ ആ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിഫലനാണ് ഈശ്വരൻ. അപ്പം ജഗത്തില്ലെങ്കിൽ ഈശ്വരനും ഇല്ല. പക്ഷേ ഈശ്വരൻ എന്നുള്ള വാക്കിന് അർത്ഥമില്ല ജഗത്തില്ലെങ്കിൽ. ജഗത്തിൻ്റെ ഉള്ളിലത്തെ പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. ഇപ്പം ജഗത്തേ ഇല്ല, പരബ്രഹ്മം മാത്രമേ ഉള്ളൂ വെച്ചാൽ പിന്നെ ഈശ്വരൻ ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരത്തെ അവസാനിക്കുക. അപ്പോൾ ഈ സർവജ്ഞത്വം അല്ലെങ്കിൽ അപരിച്ഛിന്നത്വം മുതലായ ഭാവങ്ങൾ രണ്ടെണ്ണത്തിനുണ്ടാവാൻ വയ്യ. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവുമില്ല. രണ്ടാമതൊന്നും ഇല്ലാത്തതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവജ്ഞനാണ് അല്ലെങ്കിൽ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണതെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവാൻ പറ്റുമോ? ഒരു ശക്തി ഉണ്ട്, അത് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു വെച്ചോട്ടെ. പിന്നെ രണ്ടാമതൊരു ശക്തിക്ക് എവിടെയാ സ്ഥലം? അത് അർത്ഥം തന്നെ ഇല്ല പറയണമെന്ന്. അതാണ്, അതുകൊണ്ടാണ് ഈശ്വരൻ എന്നുള്ളത് ജഗത്തില്ലെങ്കിൽ ഇല്ല. അത് പിന്നെ അതാണ് ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന വാക്ക്. അതെ, പിന്നെ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ്, അതും അതെ. അതും ആ പിന്നെ എന്താണ്, ഇതും വളരെയധികം നമുക്ക് പറഞ്ഞു തരണതാണ്. ഞാൻ ബ്രഹ്മം തന്നെയാണ്. ഞാൻ എന്ന് പറയണത് ഈ ദേഹമല്ല, ഞാൻ ബ്രഹ്മാണ് എന്നുള്ളതും നമുക്ക് വളരെയധികം ഈ ഒരു പിന്നെ തത്വത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം. പിന്നെ തത്വമസി, തത് ത്വം അസി, അത് ഇത് ഞാൻ തന്നെ, ഇത് നിത്വം നിങ്ങളെ ഇതന്നെയാണ്, അങ്ങനെയല്ലേ തത്വമസി. അതും അതെ, അതും ഇതുപോലെയാണ് ഇത്. അതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഈ പറയണ എല്ലാ വലിയ മഹാവാക്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കണത് എന്താണ്? അദ്വൈത ബ്രഹ്മാണ്, അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. മറ്റത് നമുക്കുണ്ടെന്ന് തോന്നുകയാണ്, വെറും പ്രതിഫലനാണ്. ഏതുപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കണ്ണാടിയിൽ നമ്മളെ പ്രതിഫലനം കാണുന്ന പോലെ മായയാകുന്ന കണ്ണാടി മാറ്റിയാൽ ഈശ്വരനും ഇല്ല, ജീവനും ഇല്ല. അതൊക്കെ വളരെ വിഷമമുള്ളൊരിതാണ്. പക്ഷെ ഈ ശ്രീരാമഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ്. എന്താ അറിയോ? അദ്വൈത വേദാന്തം. അതൊക്കെ കഥയിൽ കൂടെ വരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യം ശ്രീരാമൻ പറഞ്ഞു കൊടുക്കണത് ഹനുമാന് ഇതാണ്, ഈ കണ്ണാടിയുടെയും പറഞ്ഞില്ലേ മഹാകാശം, ഘടാകാശം, ജലാകാശം, അതിൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് 50 അല്ലേ വായിച്ച് നമ്മളത് 50 വായിച്ച 51 അല്ല 40 ഏതാ നമ്മൾ വായിച്ച് ആ മഹാവാക്യന് അതാണല്ലോ 50 വായിച്ചു അല്ലേ? അപ്പോൾ ഇല്ല 50 വായിച്ചില്ല, 49 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി 50 പോവാം. 49 വായിച്ചിട്ട് അവിഛിന്നസ്യ പൂർണ്ണേന ഏകത്വം പ്രതിപാദ്യതേ തത്വമസ്യാദിവാക്യൈശ്ച സാഭാസസ്യാഹ മസ്തഥാ. 50 ഐക്യജ്ഞാനം യദോൽപ്പന്നം മഹാവാക്യേന ചാത്മനോഃ തദാവിദ്യാ സ്വകാര്യൈശ്ച നശ്യത്യേവ ന സംശയ ആത്മനോഃ. ജീവാത്മാവ് പരമാത്മാവ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഐക്യം മഹാവാക്യേന, ഈ പറഞ്ഞതന്നെ പറയണം, മഹാവാക്യത്താൽ എപ്പോഴുണ്ടായോ അപ്പോൾ അവിദ്യ മീൻസ് നമ്മൾ അജ്ഞാനം സ്വകാര്യയിച്ച തൻ്റെ കാര്യങ്ങളായ ദേഹാദി, അതായത് ദേഹം പഞ്ചഭൂതങ്ങളൊക്കെ നശ്യതി ഏവ നശിക്കുക തന്നെ ചെയ്യും. പിന്നെ അതന്നെ പറയണം, തത്വം ആ ജ്ഞാനം ഉദിച്ചാൽ പിന്നെ ജഗത്തും ജീവനും ഇല്ല. അതായത് അപ്പോഴാണ് നമുക്ക് ഇത് വെറും യഥാർത്ഥമല്ലാത്ത വെറും പ്രതിബിംബാന്ന് മനസ്സിലായി. തത്വമസീച്ച എന്താ? അത് നീയാകുന്നു. പിന്നെ അഹം ബ്രഹ്മാസ്മി രണ്ടാമത്തെ. പിന്നെ അയമാത്മാ ബ്രഹ്മ. അഹം ബ്രഹ്മാസ്മി പറഞ്ഞാൽ ഞാൻ ബ്രഹ്മാവുന്നു. തത്വമസി പറഞ്ഞാൽ അത് നീയാകുന്നു, മീൻസ് ബ്രഹ്മം നീയാണെന്ന്. പിന്നെ അഹം ബ്രഹ്മാസ്മി പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു. അയമാത്മാ ബ്രഹ്മ പറഞ്ഞാൽ ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. പിന്നെ പ്രജ്ഞാനം ബ്രഹ്മ, അതായത് ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം. അതായത് ബ്രഹ്മം ജ്ഞാനസ്വരൂപം, അല്ലെങ്കിൽ ആ
പരമമായ ജ്ഞാനത്തിന് തന്നെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയണത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ ജ്ഞാനസ്വരൂപൻ എന്നൊക്കെ പറയണത്. ഈ 4 വേദവാക്യങ്ങളെയാണ് നമ്മൾ മഹാവാക്യങ്ങൾ എന്ന് പറയുക. അതൊന്നും അറിഞ്ഞിരിക്കേണ്ടതാ ശരിക്കാട്ടോ. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഇതാണ് 4 മഹാവാക്യങ്ങൾ എന്ന് പറയണത്. അതെല്ലാം ഒന്നെ പറയണത്. ഓരോന്നിൻ്റെയും നമ്മൾ വാക്ക് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ അത് ആ മഹാവാക്യങ്ങളത്തെ ഒരു വാക്യത്രേ ശരിക്കും മനസ്സിലാവുള്ളൂ. എന്നാൽ നമുക്ക് ജ്ഞാനം ഉദിക്കാറായിച്ചാൽ ശരിക്കും ജ്ഞാനം അതുകൊണ്ട് തന്നെ ഉദിക്കും. അത്ര അർത്ഥവത്താണ് ഈ 4 വാക്യങ്ങളെ. തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ ഈ 4 മഹാവാക്യങ്ങളിൽ ഒരേ കാര്യം തന്നെയാണ് പിന്നെയും പറഞ്ഞ് ഉറപ്പിക്കണത്. എന്ത്? ഈ ഞാൻ എന്ന് പറയുന്നത് ഈ നശ്വരമായ ദേഹമല്ല, ആത്മാവാണ്. പിന്നെ ജീവനും ഈശ്വരനും ഒക്കെ ജഗത്തുണ്ടെങ്കിലേ ഉള്ളൂ. മീൻസ് ഈ ഭഗവാൻ മായയിലത്തെ പ്രതിഫലനാണ്. രണ്ടും, ഈശ്വരനും അതെ ജീവനും അതെ. ഒരു വ്യത്യാസമുണ്ട്. ജീവന് ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റേത് സമഷ്ടിയാണ്, അതായത് വിദ്യാസ്വരൂപിണിയാണ്. അപ്പോൾ വിദ്യയോടുകൂടിയാണ് ഈശ്വരൻ മായയുടെ ഉള്ളിലേക്ക് വരണത്. അതായത് ഈശ്വരന് നല്ല അറിവുണ്ട് ഞാൻ ബ്രഹ്മാവാണെന്ന്. അപ്പോൾ നമ്മളെപ്പോലെ ദേഹാഭിമാനമില്ല, സുഖദുഃഖങ്ങൾ അനുഭവിക്കില്ല ഈശ്വരൻ. പക്ഷേ മായയുടെ ഉള്ളിൽ തന്നെയാണ്. അത് വിദ്യാസ്വരൂപിണിയായ മായത്തെ പ്രതിബിംബം. നമ്മളോ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇഗ്നറൻസാണ്. നമ്മളെ മായ ആത്മാവിനെ മറച്ച് നമ്മളെ ദേഹമാണെന്ന് തോന്നിപ്പിക്കണു. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആ ആത്മാനുഭവം ഉണ്ടാവണേ? ആ സമയത്ത് നമുക്കിത് മിഥ്യാന്ന് തോന്നും എന്നാണ് കേട്ടോ. അപ്പോൾ 50 വായിച്ച് നമുക്ക് 51 പോവാം. വളരെ വലിയ തത്വങ്ങളാണ്. ഐക്യജ്ഞാനം യഥോൽപ്പന്നം മഹാവാക്യേന ചാത്മനോ തദാവിദ്യ, അതാണ് അവിദ്യ, സ്വകാര്യൈശ്ച നശ്യത്യേവ ന സംശയ. ഏതദ്വിജ്ഞായ മദ്ഭക്തോ മദ്ഭാവായോപപദ്യത്തെ മദ്ഭക്തിവിമുഖാനാം ഹി ശാസ്ത്രഗർത്തേഷു മുഹ്യതാം ന ജ്ഞാനം ന ച മോക്ഷഃ സ്യാത്തേഷാം ജന്മശതൈരപി. എന്താ പറയണ ശ്രീരാമൻ? മദ്ഭക്ത, എന്നിൽ ഭക്തിയുള്ളവൻ, ഏതത് ഈ പറഞ്ഞതിനെ, വിജ്ഞായ അറിഞ്ഞ് അനുഭവിച്ച്, മദ്ഭാവായ എൻ്റെ സായുജ്യത്തിനായിക്കൊണ്ട്, ഉപപദ്യതേ യോഗ്യനാവുന്നു എന്ന്. അതായത് എന്നിൽ അനന്യഭക്തിയുള്ള ഒരു ഭക്തൻ ഈ പറഞ്ഞ തത്വം ഗ്രഹിച്ച് ഉൾക്കൊണ്ട് അനുഭവസ്ഥനായാൽ എന്നെ തന്നെ ലഭിക്കാൻ, എന്നിൽ സായുജ്യം പ്രാപിക്കാൻ അവൻ യോഗ്യനായിത്തീരുന്നു. ഇനി ഒന്നും കൂടി പറയണ്ട ശ്രീരാമൻ. ശാസ്ത്രകർത്തേഷു, ശാസ്ത്രങ്ങളാകുന്ന വലിയ കുഴികളിൽ, വിമുഹ്യതാം, ഓടി നടന്ന ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചാലും മദ്ഭക്തി വിമുഖാനാം, എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചാലും, എന്നിൽ ഭക്തിയില്ലാതെ ശാസ്ത്രം മുഴുവൻ പഠിച്ച് വളരെ വലിയ ശാസ്ത്ര പണ്ഡിതനായാൽ പോലും ജ്ഞാനം, ആത്മസ്വരൂപാനുഭവം, അതായത് ആ ജ്ഞാനം ഉണ്ടല്ലോ, ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ജ്ഞാനം ഇല്ല, ഒരിക്കലും ലഭിക്കില്ല എന്ന്. എന്നിൽ ഭക്തിയില്ലാതെ ശാസ്ത്രങ്ങൾ മുഴുവൻ തിരഞ്ഞ് പഠിച്ച് വലിയ പണ്ഡിതനായാലും എന്നിൽ ഭക്തിയില്ലാത്തവന് ജ്ഞാനം ഉദിക്കുകയില്ല. അവർക്ക് ജന്മശതൈഹി അപി, 100 ജന്മങ്ങൾ കൊണ്ടും മോക്ഷഹാച്ച, മോക്ഷവും നസ്യാത്, കിട്ടില്ല, ഭവിക്കില്ല. മോക്ഷവും നസ്യാത് പറഞ്ഞാൽ മോക്ഷവും ലഭിക്കില്ല, സായുജ്യം ലഭിക്കില്ല എന്ന്. എന്താണ്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ശ്രീരാമൻ ഇതിൽ.
ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. വാക്യങ്ങളെ കൊണ്ട് ഞാൻ പിന്നെ ജീവൻ ശരിക്ക് പരമാത്മാവ് തന്നെയാണ്, ഈശ്വരനും പരമാത്മാവ് തന്നെയാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്ക് പരമാത്മാവ് മാത്രമേ ഉള്ളൂ, ഓൺലി ബ്രഹ്മസത്യം, ജഗത്ത് മിഥ്യയാണെന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, എന്നിൽ ഭക്തിയുള്ള ആള് ഞാനീ പറഞ്ഞ രാമഹൃദയം അല്ലെങ്കിൽ ശ്രീരാമ തത്വം ശരിക്ക് അനന്യഭക്തിയോടുകൂടി ശ്രദ്ധിച്ച് ഉൾക്കൊണ്ട് അനുഭവസ്ഥനായിട്ട് അവർ എന്നിൽ സായുജ്യം ലഭിക്കാൻ തന്നെ യോഗ്യനായിത്തീരുന്നു. എന്നാൽ എന്നിൽ ഭക്തി വിമുഖനായിട്ട് പറഞ്ഞില്ലേ, അതായത് ഇൻഡിഫറൻറ്റ് ടു മീ അല്ലെങ്കിൽ ഭക്തി ഇല്ലാത്ത, എന്നിൽ ഭക്തി ഇല്ലാത്ത ഒരാൾ എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചാലും ശാസ്ത്രങ്ങളുടെ കൂളിയിട്ടിട്ട് അത് മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് വലിയ പണ്ഡിതനായാലും ഒരിക്കലും ഈ ആത്മജ്ഞാനം അയാൾക്ക് ലഭിക്കില്ല. മാത്രമല്ല അയാൾ മോക്ഷത്തിനും ഒരിക്കലും അർഹനാവില്ല എന്നങ്ങോട്ട് തീർത്ത് പറഞ്ഞു. ഏതദ് വിജ്ഞായ മദ്ഭക്തോ മദ്ഭാവായോപപദ്യതേ. മദ്ഭക്തി വിമുഖന്മാരെ ഹി ശാസ്ത്രഗർത്തേഷു മുഹ്യതം. എത്ര ശാസ്ത്രഗർത്തങ്ങളിൽ പോയി കൂളിയിട്ട് അത് മുഴുവൻ പഠിച്ചാലും അവർക്ക് അത് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു ശ്ലോകം കൂടി ചെയ്യാം നമുക്ക് വേഗം. ഇതം രഹസ്യം ഹൃദയം മമാത്മനോ മയൈവ സാക്ഷാൽ കഥിതം തവാനഘ മദ്ഭക്തിഹീനായ ഷഠായ നത്വയാ ദാതവ്യമൈന്ദ്രാദഭി രാജ്യതോധികം. ആത്മനഃ മമ, ആത്മാവായ എൻ്റെ ഹൃദയം തത്വത്തെ, അതായത് ഈ ശ്രീരാമ തത്വത്തെ പറയുന്ന ഈ രഹസ്യം, ഈ ഞാൻ പറഞ്ഞ ഈ രഹസ്യമായ ഈ തത്വം ഉണ്ടല്ലോ, ഇത് അനഘ ഹേ പരിശുദ്ധ, ശ്രീ ഹനുമാനോടാണല്ലോ പറയണത്, പാപമില്ലാത്തവനെ. അനഘഞ്ചാൽ അഖമില്ലാത്തവൻ, അഖംച പാപാണ്, അനഘഞ്ചാൽ പാപമില്ലാത്തവനെ. സാക്ഷാൽ മയായേവ, ഈ ഞാൻ തന്നെ തവ കഥിത നിനക്കായിക്കൊണ്ട് പറയപ്പെട്ടു. ഈ ശ്രീരാമ തത്വം ശ്രീരാമനായ ഞാൻ തന്നെയാണ് നിനക്ക് പറഞ്ഞു തരണത്. ഇന്ദ്രനെ സംബന്ധിച്ചതായ രാജ്യത അഭി അധികം, രാജ്യത്തെക്കാളും അതായത് സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമായ ഇത്, സ്വർഗം ലഭിക്കുന്നതിലും നിനക്ക് ഭാഗ്യമായി ശ്രീരാമതത്വം എന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചതാണ്. മദ്ഭക്തിഹീനായ, എന്നിൽ ഭക്തിയില്ലാത്ത ഷഠായ, അതായത് എന്നിൽ ഭക്തിയില്ലാത്ത ഷഠന്മാർക്ക്, അതായത് ഒന്നിനും കൊള്ളാത്തവർക്ക്, ത്വയ നിന്നാൽ നദാതവ്യം, അത് ഭക്തി ഇല്ലാത്തവർക്ക് ഇത് പകർന്നു കൊടുക്കരുതെന്ന് ഈ അറിവ്. എന്താണ് അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താട്ടോ, അതും കൂടി കേട്ടോ. എന്താ ശ്രീരാമൻ പറഞ്ഞത്? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശ്രീരാമ തത്വം പറഞ്ഞു കൊടുത്തു, ശ്രീരാമഹൃദയം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹേ ഹനുമാനെ, പരിശുദ്ധനായിട്ടുള്ള ഹനുമാനെ, പാപമേ തൊട്ട് കുളിക്കാത്ത, അതാണ് അനഘൻ എന്ന് പറഞ്ഞല്ലേ, പാപം തൊട്ട് തീണ്ടാത്ത ഹേ ഹനുമാനെ, ഞാൻ തന്നെ നിനക്ക്, ശ്രീരാമനായ ഞാൻ തന്നെ നിനക്ക് ശ്രീരാമ തത്വം ഉപദേശിച്ചു തന്നു. അത് സ്വർഗം ലഭിക്കുന്നതിനേക്കാളും ഭാഗ്യമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിന്നിൽ ഞാൻ വളരെ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അത്ര ഭക്തനാണ് നീ ഈ ജ്ഞാനം അർഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടിയും പറയട്ടെ, ഭക്തി ഇല്ലാത്തവർക്ക് ഇതൊരിക്കലും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഭക്തി ഇല്ലാത്തവരായിട്ട് ഇത് പങ്കിടരുത് ഈ ജ്ഞാനം. ഭക്തിയില്ലാത്ത, എന്നിൽ അനന്യഭക്തി ഇല്ലാത്തവർക്കൊന്നും ഈ ശ്രീരാമ തത്വം പറഞ്ഞു കൊടുക്കരുത്, അത് ഉപദേശിക്കരുതേ ദയവ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അതും കൂടി പറയുന്നുണ്ട്. നിനക്ക് വളരെ പ്രസാദിച്ചിരിക്കുന്നു, അനന്യഭക്തനാണ് നീ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീരാമൻ എന്ന ഞാൻ തന്നെ നിനക്ക് ശ്രീരാമതത്വം ഉപദേശിച്ചു. സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് വളരെ സന്തോഷം. അത് നീ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം. വളരെ എന്തുകൊണ്ടും നീ അർഹിക്കണു. പക്ഷേ ഭക്തിയില്ലാത്തവർക്ക് നീ ഒരിക്കലും ഇത് ഉപദേശിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഹൃദയമാകുന്ന എൻ്റെ ഹൃദയമാണ് അപ്പം ഞാൻ നിനക്ക് തന്നത്. അത് ഇന്ദ്രപദത്തിനേക്കാളും, ഇന്ദ്രപദം ലഭിച്ചാലും കൂടി ഇന്ദ്രപദത്തിന് പോലും തുല്യമല്ല എൻ്റെ ഈ ഹൃദയം. ഞാൻ സ്വന്തം ഹൃദയം നിനക്ക് ഞാൻ തന്നു.
അത് ഇന്ദ്രപദവും കൂടി കാലം കൊണ്ട് നശിക്കൂലോ, നശ്വരാണ്. പക്ഷേ നിനക്ക് ഇതുകൊണ്ട് പൂർണ്ണ ആനന്ദം, എന്നും ഇറ്റേണൽ ബ്ലിസ്, സച്ചിദാനന്ദത്തിൽ നീ എന്നും വർത്തിക്കും ഇതുകൊണ്ട്. അതുകൊണ്ട് ഇന്ദ്രപദത്തിനേക്കാളും ഉത്കൃഷ്ടമായിട്ടുള്ള പുനരാവൃത്തിരഹിതമായ മോക്ഷമാണ് നിനക്ക് ഈ ശ്രീരാമഹൃദയം ഉപദേശത്തിന് ഞാൻ നിനക്ക് നൽകിയത്. ഈ കാര്യം എന്നിൽ ഭക്തിയില്ലാത്ത ഷഠന്മാരോട് നീ ഒരിക്കലും പറഞ്ഞു പോവരുത്, അല്ലെങ്കിൽ അവരോട് ഒരിക്കലും പങ്കിടരുത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ഇത് ശ്രീരാമഹൃദയം കഴിഞ്ഞു. ഇതം രഹസ്യം ഹൃദയം മമാത്മനോ മയൈവ സാക്ഷാൽ കഥിതം തവാനഘ മദ്ഭക്തിഹീനായ ഷഠായ നത്വയാ ദാതവ്യ മൈന്ദ്രാദപി രാജ്യതോധികം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.